ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ഒരു അടിപൊളി ഗുഡ് മോർണിംഗ് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കടക്കാട്ടോ. അങ്ങനെ രാധാവണ തങ്കച്ചി വലിയ ആള് കളിച്ചപ്പോഴേക്കും ശങ്കർ പറഞ്ഞു, വലിയ ആള് കളിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ യഥാർത്ഥ കാരണക്കാരെ കണ്ടെത്താനായിട്ട് ഞാൻ ഗൗരിയോടൊപ്പം ഉണ്ടാകും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചാരങ്ങാട്ട് മഹാദേവൻ സങ്കടത്തോട് കരഞ്ഞോണ്ട് ഇങ്ങനെ ചോദിക്കുക, ഇനിയിപ്പോൾ ആരെ കണ്ടെത്തിയിട്ട് എന്താണ് കാര്യം? നമ്മുടെ കമലയുടെ ജീവിതം പോയില്ലേ? ഈ ചാരങ്ങാട്ട് കുടുംബത്തിന്റെ കുടുംബത്തിന് ശേഖരൻ എന്റെ മൂത്ത മകന് ഒരു അനന്തരാവകാശം ഇല്ലാണ്ടായി പോയില്ലേ? നടന്നത് നടന്നു, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്? നമ്മുടെ കുടുംബത്തിന്റെ ശാപമാണോ ഇത് എന്നൊക്കെ ചോദിച്ച് ചാരങ്ങാട്ട് മഹാദേവൻ ഭയങ്കര കരച്ചില്. എൻ്റെ മൂത്ത മകനൊരു കുഞ്ഞില്ലാണ്ടായി പോയില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗൗരി, നമ്മുടെ കമലയും ഗൗരിയൊക്കെ ആകെ സങ്കടത്തോടെ ഇങ്ങനെ നിൽക്കുക. അപ്പൊ ശേഖരൻ അങ്ങോട്ടേക്ക് നിന്നിട്ട് ചോദിച്ചിട്ടു, അച്ഛൻ എന്തിനാ ഇതിനോട്ട് ഇത്രമാത്രം വിശ്രമിക്കുന്നത്? ഇവക്കല്ലേ അമ്മയാകാൻ പറ്റാത്തുള്ളൂ, എനിക്കിനി അച്ഛനാകാലോ? ഈ ചോദ്യം കമലയുടെ നെഞ്ചിലാ കൊണ്ട് കമല ആദ്യം കേട്ടോളൂ ഒറ്റ ഓട്ടം അകത്തേക്ക് കാറിക്കൊണ്ട്. അവന്റെ അഹങ്കാരം, അവനെ അച്ഛനാകാൻ പോലും അവനെ പിടിച്ച് വാസക്ടമി ചെയ്യണം, എന്നാലേ അവന്റെ അഹങ്കാരം തീരുള്ളൂ. അവൻ അച്ഛനാകുന്നൊന്ന് കാണണമല്ലോ. എന്തായാലും നമ്മുടെ വേണി ബാങ്കിലെത്തിയിട്ടുണ്ട്. ബാങ്കിലെത്തി ആ കെട്ടിടമൊക്കെ കണ്ടപ്പോൾ അയ്യോ, നമ്മുടെ മൊത്താപ്പിന്റെ ബാങ്ക് അടിപൊളിയാണല്ലോ, സെറ്റപ്പാണല്ലോ, കൊള്ളാമല്ലോ, കിഡിലൻ എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരെ അകത്തേക്ക് കയറി പോവുക. വലിയ പരിചയമൊന്നുമില്ല, അതുകൊണ്ട് പമ്മി പറക്കിയൊക്കെയാണ് കയറി പോകുന്നത്. ഒരു ബാങ്കിലേക്ക് കയറി ചെല്ലുന്ന ആ രീതിയിലൊന്നും അല്ല ഈ പുള്ളിക്കാരി അങ്ങോട്ടേക്ക് കയറി പോകുന്നത്. ഇതിനകത്ത് ഇനി എവിടെയാണ് ആദർശെന്ന് കണ്ടുപിടിക്കലാണ് ഏറ്റവും വലിയ പണി. ഏറ്റവും മൂളത്ത് നിലയിലായിരിക്കും, ചിലപ്പോൾ ഏറ്റവും ഉയർന്ന പൊസിഷനിലായിരിക്കുന്നതാണ് നമ്മുടെ വേണി ചിന്തിക്കുന്നത്. എന്തായാലും അതിലെ പോയൊരു ചേട്ടനോട്, ചേട്ടാ ഒന്ന് നിന്നെ, ഈ ചേട്ടൻ ഈ ബാങ്കിൽ ആരെങ്കിലും ആണോ? അപ്പോഴേക്കും അതെ, ഫ്ലാസ്ക് കൈ കണ്ടോണ്ട് ചോദിച്ചു കേട്ടോ. ഞാൻ ഇവിടുത്തെ ഓഫീസ് സ്റ്റാഫാണ്, പിയൂണ്. അപ്പൊ ഇവിടുത്തെ ആളുകളെ എല്ലാം അറിയായിരിക്കും അല്ലേ? ഇവിടുത്തെ ആളാണല്ലേ ചേട്ടാ. നമ്മുടെ ആളെവിടെയാ? ആര് ചേട്ടാ? എന്റെ പിയൂൺ ചേട്ടാ ആദർശ ചേട്ടൻ എവിടെയാന്ന്? അല്ലാണ്ട് പിന്നെ ഞാൻ ആരെക്കുറിച്ച് അന്വേഷിക്കേണ്ടത്? നമ്മുടെ ആളെ ആദർശ ചേട്ടനെ. പിയൂൺ ചേട്ടാ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കൊന്നും വേണ്ട കേട്ടോ, ഇത് ഏത് ജീവിത രീതിയിലാണ് പിയൂൺ നോക്കുന്നത്? ആദർശ ചേട്ടനെ കുറിച്ച് അന്വേഷിക്കാൻ അധികാരമുള്ള ആള് തന്നെ ചോദിക്കുന്നത്. ഞാൻ ആദർശ ചേട്ടന്റെ ഭാര്യ, കെട്ടിയോള് വേണി ആദർശ, മനസ്സിലായോ? ചാരങ്ങാട്ട് മഹാദേവന്റെ മോള്. അത് കൂടാതെ എന്റെ യഥാർത്ഥ പേര് കൃഷ്ണവേണിന്നാ. ആദർശ സാറിന്റെ ഭാര്യ അല്ലേ? ആന്നേ, ആണോന്നോ? ആന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരി, നമ്മുടെ കല്യാണത്തിന് മുന്നേ കൃഷ്ണവേണി മഹാദേവൻ ആയിരുന്നു പേര്. കല്യാണം കഴിഞ്ഞപ്പോഴേക്കും വേണി ആദർശനായി. നമ്മളെങ്ങടെ ആക്കിയതാ, അല്ലാണ്ട് വേറെ ആരും ആക്കിയതല്ല കേട്ടോ. അപ്പൊ പറഞ്ഞേ, ആദർശേട്ടൻ എവിടെയാ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആദർശ സാറ് കുറച്ചു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ അത്യാവശ്യമായിട്ട് പുറത്ത് പോയിരിക്കുക. അങ്ങേർക്ക് എന്തുട്ട് ഇത്ര അത്യാവശ്യം? അത് ഞാൻ എങ്ങനെ അറിയാനാ? എന്റെ പൊന്നു ചേട്ടാ, ചേട്ടൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയേണ്ട, ഈ സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്തങ്ങള് കാര്യങ്ങള് നോക്കണ പ്രധാനപ്പെട്ട ആളല്ലേ, പിയൂണല്ലേ? ചേട്ടൻ ഇതൊന്നും അറിയത്തില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ പോയ ചേട്ടന്റെ ജോലി ഞാൻ കളയും. ആദർശനോട് ഞാൻ പറഞ്ഞ ചേട്ടന്റെ ജോലി കളയും, നോക്കിക്കോ. ആദർശേട്ടൻ എപ്പോഴാ തിരിച്ചു വരിക എന്ന് ചോദിച്ചപ്പോ അതെനിക്ക് അറിയത്തില്ല. ഇതൊന്നും ശ്രദ്ധിക്കണ്ട അല്ലേ? ഞാൻ പറഞ്ഞല്ലേ ജോലി കളയെന്ന് പറഞ്ഞാൽ ജോലി കളയും, നോക്കിക്കോ. എന്തായാലും ഇനി ഇതുപോലെ ആവർത്തിച്ച ആദർശേട്ടനോട് പറയും ഞാൻ കേട്ടോ. അപ്പം മേഡം, ഞാൻ എൻ്റെ ജോലി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്, കുറച്ച് തിരക്കുണ്ട്, ഞാൻ അങ്ങോട്ട് പൊക്കോട്ടെ. അയ്യോ പോക്കോ പിയൂൺ ചേട്ടാ, അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട് അങ്ങോട്ട് പോയാൽ മതി. പിന്നെ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കരുത് കേട്ടോ. പിയൂൺ ചേട്ടാ, ഇവിടെ പുതിയൊരു സ്റ്റാഫ് വന്നിട്ടില്ലേ? അപ്പോഴേക്കും ശിവരഞ്ജിനിയാണോ? അങ്ങനെ കണ്ടു തന്നെയാ, അങ്ങനെ പേര് പറഞ്ഞു കേട്ടെ. ആ പെണ്ണെവിടെ? എനിക്ക് ആ കുട്ടീനെ ഒന്ന് കാണാൻ പറ്റുമോ? അപ്പൊ രഞ്ജിനി മാഡം ഇവിടെ ഇല്ലല്ലോ. ആ കുട്ടിയോട് പോയി. എവിടെ പോയിന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ഈ ചേട്ടന് പിന്നെ എന്താ അറിയാവുന്നത്? ആദർശേട്ടൻ ഇവിടെ ഇല്ല, രഞ്ജു ഇവിടെ ഇല്ല. അപ്പ അവിടെ പോയി രണ്ടുപേരോട് ഒരുമിച്ച് പുറത്തു പോയതായിരിക്കുമോ? എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഇവളുടെ ആലോചന എക്സ്പ്രഷനെ കണ്ട് പിയൂൺ അന്തം വിട്ട് വായം പൊളിച്ച് ഇങ്ങനെ നിൽക്കുക. അതെ പിയൂൺ ചേട്ടാ, നമ്മുടെ ആദർശേട്ടനും രഞ്ജിനിയും ഒരുമിച്ചാണ് പുറത്തേക്ക് പോയത്? അതെനിക്കറിയില്ല കേട്ടോ, ഞാൻ കണ്ടില്ല. എന്തായാലും ഇവള് പിയൂൺ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും അവർ ഒരുമിച്ചാണ് പോയെങ്കിൽ അവരെവിടേക്കായിരിക്കും പോയിട്ടുണ്ടാവുക? അവരിപ്പോൾ ഒരുമിച്ചുണ്ടോന്നറിയാൻ എന്തൊട്ടാ വഴി? ഒരു വഴിയുണ്ട് എന്നും പറഞ്ഞ് നമ്മുടെ വേണി എന്തോ ഒരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ അത് കാണിക്കുന്നില്ല കേട്ടോ. പിന്നെ നമ്മുടെ ചാരങ്ങാട്ട് വീടാണ് കാണിക്കുന്നത്. എന്തായാലും നമ്മുടെ കമല ഓടിപ്പോയ പുറകെ വേണിയല്ല ഗൗരിയും ചെന്നതാണ്. പക്ഷേ കമലയെ റൂമിൽ കണ്ടില്ല കേട്ടോ. ഓടി വന്ന് നമ്മുടെ ശങ്കറിനോട് പറയാം. ഇപ്പം എല്ലാവരും ഹോളിൽ ഇങ്ങനെ നിൽപ്പുണ്ട്. ശങ്കറിനോട് പറയാ, കമലയിടത്തെ റൂമിൽ കാണുന്നില്ല, ഞാൻ അവിടെയൊക്കെ നോക്കി, ഓരോരിടത്തും കാണുന്നില്ല. ശങ്കർ, എനിക്ക് എന്തോ പേടി തോന്നുന്നുണ്ട് ശങ്കർ. അപ്പം എന്നാലും നമ്മുടെ കമലയിടത്ത് ഇത് എവിടെ പോയതാ?
ശങ്കർ കമലയെടുത്ത് എന്തെങ്കിലും അബദ്ധം കാണിക്കുമെന്ന് എനിക്ക് ഭയമുണ്ട് എന്ന് ഗൗരി പറഞ്ഞപ്പോഴേക്കും ശങ്കർ ഇവെല്ലാവരോടും പറഞ്ഞു, എൻ്റെ പൊന്നു അമ്മ അച്ഛ ശേഖരേട്ടാ, നമ്മൾ എന്തെങ്കിലും ചെയ്യണം, കമലയെടുത്ത് എങ്ങോട്ടാ പോയെന്ന് കണ്ടെത്തണം. കമലയെടുത്ത് വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ ആരും ഒന്നും മിണ്ടാതെ ഇങ്ങനെ കേട്ടോണ്ട് പൊട്ടന്മാരെ പോലെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. കമല ഇതേ സമയം അടുക്കളയിലാണ് കേട്ടോ. കമല അടുക്കളയിൽ നിന്നിട്ട് ഇങ്ങനെ ഓർക്കുകയാണ് തനിക്ക് കുഞ്ഞുണ്ടാവില്ല എന്ന് ഗൗരി ആ വായിച്ച റിപ്പോർട്ടൊക്കെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അയ്യോ, കമലയ്ക്ക് സഹിക്കാൻ പറ്റില്ല. കമല എന്ത് ചെയ്തു, അവിടെ നിന്ന് ഒരു അവിടുത്തെ എന്തോ അതിനിടയിലുള്ള ഒരു ഡോർ തുറന്നിട്ട പുള്ളിക്കാരി ഒരു ജാറ് മണ്ണെണ്ണ എടുത്ത് അങ്ങോട്ട് ഒഴിക്കുക കേട്ടോ. എന്തായാലും ഇതിന് മാത്രം മണ്ണെണ്ണ എങ്ങനെയാണത്? ഇപ്പോൾ റേഷൻ കടയിൽ നിന്ന് പോലും മണ്ണെണ്ണ കിട്ടാറില്ല, പിന്നെ എങ്ങനെയാണ് ഇതിന് മാത്രം മണ്ണെണ്ണ ഓരോ വീട്ടിലും വരുന്നത്? ബ്ലാക്ക് മണ്ണെണ്ണ മേടിക്കാനും കിട്ടത്തില്ലല്ലോ, നിറച്ചു വെച്ചേക്കുക. എന്തായാലും മണ്ണെണ്ണ എടുത്ത് അങ്ങോട്ട് ഒഴിച്ചു. ഇതേ സമയം ശങ്കർ ആരും എന്തൊന്നും മിണ്ടാത്ത, അയ്യോ മണ്ണെണ്ണയുടെ മണം വരുന്നുണ്ടല്ലോ. അപ്പം ശരിയാ, ശങ്കർ മണം വരുന്നുണ്ട്, കമലടുത്ത് എന്തോ അബദ്ധം കാണിക്കാൻ പോവാന്നാ തോന്നണത്. ശരിയാ, മണ്ണെണ്ണയുടെ മണമെന്ന് പറഞ്ഞ് പിള്ളേ. എന്തായാലും ഇവരെ ഗൗരി ശങ്കറും എല്ലാവരും കൂടിയിട്ട്, എല്ലാവരും അല്ല ഗൗരി ശങ്കറും അകത്തേക്ക് ഈ മണ്ണെണ്ണ മണക്കുന്നു എന്ന് കേട്ടിടത്തേക്ക് ഓടുകയാണ്. മുത്തശ്ശിയാണ് മണി കിലുക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കുക. ശേഖരന് മുത്തശ്ശി മണി കിലുക്കുന്നുണ്ട്, പക്ഷെ ശേഖരന് ഒരു കുലുക്കും ഇല്ല. ശേഖരൻ്റെ ആ നിപ്പൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. ഗൗരി അടുക്കളയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്ക് കമല തീ കൊളുത്താനായിട്ട് തീപ്പെട്ടി എടുത്ത് ഇങ്ങോട്ട് തുടങ്ങുക കേട്ടോ. ഗൗരി ഓടിച്ചെന്നത് മേടിച്ച് കളഞ്ഞു കേട്ടോ. എൻ്റെ കമലയുടെ തീ കാണിക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എന്തിനാ ജീവിക്കണത്, ഞാൻ മരിക്കുന്നതല്ലേ നല്ലതെന്നും പറഞ്ഞിട്ട് അവിടെ തറയിലേക്ക് കുത്തിയിരുന്നു. ആ ഫ്രിഡ്ജിലേക്ക് ചാരിയിരുന്നു ഇങ്ങനെ കരയാണ്. അപ്പോഴേക്കും നമ്മുടെ പിള്ളേ ഓടി വന്ന് പിള്ളേ ഇതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. വേറെ ഒരൊറ്റ അറിഞ്ഞ ആ ഹാളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല. ഏട്ടത്തിയുടെ തെറ്റുകൊണ്ടല്ലല്ലോ ഇതൊന്നും സംഭവിച്ചത് എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഗൗരി സമാധാനിപ്പിക്കാൻ ശ്രമിക്കുക. ഏട്ടത്തിക്കും എല്ലാം അറിയാവുന്ന കാര്യമല്ലേ, എല്ലാം അറിയാവുന്ന ഏട്ടത്തി എന്തായി ചെയ്യാൻ പോയത്? ഒരു സ്ത്രീ പൂർണ്ണത കൈവരിക്കുന്നത് അവൾ അമ്മയാകുമ്പോഴാണ്. അത് ഞാൻ സമ്മതിക്കുന്നു, അത് സത്യമായ കാര്യമാണ്. പക്ഷേ ദൈവം കമലയെടുത്തിന്റെ കാര്യത്തിൽ എന്തോ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. എന്താ തീരുമാനിച്ചിരിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. കമലയെടുത്തിന്റെ ജീവിതത്തിൽ സന്തോഷം തരുന്ന എന്തെങ്കിലും ദൈവം തീരുമാനിച്ചിട്ടുണ്ടാകും. ഞാൻ ഉറപ്പ് തരുന്നു, ഈശ്വരൻ എൻ്റെ ഏട്ടത്തെ കൈവിടില്ല. ഇപ്പോഴത്തെ ഈ മാനസികാവസ്ഥ ഏട്ടത്തി എങ്ങനെയെങ്കിലും അതിജീവിക്കണം, തളർന്നു പോകരുത്, ഏട്ടത്തിക്ക് ഞാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവളെ ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ. ശങ്കറും പിള്ളയൊക്കെ ഇത് കണ്ട് സങ്കടത്തോടു കൂടി നിൽക്കുക. ഇതേ സമയം നമ്മുടെ രഞ്ജുവിൻ്റെ കൂട്ടത്തിൽ ആദർശ് രഞ്ജു താമസിക്കുന്ന ഗസ്റ്റ് ആയിട്ട് താമസിക്കുന്ന വീട്ടിലേക്ക് വന്നിറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ അമ്മച്ചി മോളിയാൻറ്റി പുള്ളിക്കാരി ഇത് കാണുകയാണ്. ഈ ചെറുക്കനെ കണ്ടപടി പുള്ളിക്കാരി താടിക്കാരൻ, കണ്ടാലും കുഴപ്പമില്ല, ഒരു 27 വയസ്സ്, നല്ല പൊക്കം, കൊള്ളാമല്ലോ എന്നും പറഞ്ഞിട്ട് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. എന്തായാലും വീഴുന്ന് പേടിയുണ്ടെങ്കിൽ ഞാൻ കൈ പിടിക്കാം എന്നും പറഞ്ഞിട്ട് നമ്മുടെ ആദർശ് കയ്യിലേക്ക് പിടിച്ചോണ്ട് പോവാട്ടോ. അവൾക്ക് അത്ര ബാലൻസ് തോന്നുന്നില്ല എന്ന് അവൾ പറഞ്ഞിട്ടാണ് ആദർശ് ഇവളുടെ കയ്യിലേക്ക് കയറി പിടിക്കുന്നത്. കയ്യെ പിടിച്ചോണ്ട് വരികയാണ്, കൊച്ചുകുട്ടികളെ പിടിച്ചോണ്ട് വരുന്നത് പോലെ. നമ്മുടെ പേയിങ് ഗസ്റ്റ് ഓണറമ്മച്ചി ഇങ്ങനെ കണ്ണും തള്ളി ഇങ്ങനെ നിൽക്കുക. ആ താടിയുടെ കൈയും പിടിച്ചാണല്ലോ അവള് കയറി വരുന്നത്. രഞ്ജുവിന്റെ കല്യാണം വല്ലോ ഇനി കഴിഞ്ഞോ? മാലയും പൊക്കെയൊന്നും ഇല്ലല്ലോ. അപ്പൊ കല്യാണം കഴിഞ്ഞിട്ടില്ല, ലിവിങ് ടുഗദറിന് വരുന്നതായിരിക്കും. നടക്കത്തില്ല മോളെ, നടക്കത്തില്ല എന്നൊക്കെ മനസ്സിലങ്ങനെ ഇരിക്കുക കേട്ടോ. എന്തായാലും നമ്മുടെ മോളി ആൻറ്റിനെ കണ്ടതും ആദർശേട്ടാ, ഇതാണ് എൻ്റെ ഹൗസ് ഓണർ മോളി ആൻറ്റി. ഹായ് ആൻറ്റി, ഞാൻ ആണുങ്ങളോട് സംസാരിക്കാറില്ല, എനിക്ക് ഈ നശിച്ച വർഗത്തെ ഇഷ്ടവുമല്ല. നമ്മുടെ പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ടിലെ ഹോസ്റ്റൽ വാർഡനെ പോലെയാണെന്ന് തോന്നുന്നു. ആണുങ്ങളെ ഇഷ്ടമില്ല. എന്തായാലും നോക്ക് രഞ്ജു ഈ വീട്ടിൽ താമസിക്കാൻ വന്നപ്പോൾ തന്നെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞതാണ്, ബോയ് ഫ്രണ്ട്സ് ഇവിടെ അലൗഡ് അല്ല എന്ന്. എനിക്കത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രഞ്ജു പറഞ്ഞു, ഇതെൻ്റെ ബോയ് ഫ്രണ്ടൊന്നും അല്ല, എൻ്റെ ഒരു കസിൻ ബ്രദറാണ്. എനിക്ക് വയ്യാണ്ട് വന്നപ്പോഴേക്കും എനിക്ക് BP ലോ ആയി പോകുന്ന കണ്ടിട്ട് എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതാണ്. ഓ, കസിൻ ബ്രദർ ആയിരുന്നോ? ബെസ്റ്റി ആകാതിരുന്നാ കൊള്ളാം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരുടെ അകത്തേക്ക് കയറി പോവുകയാണ്. ബെസ്റ്റി ആകാതിരുന്ന കൊള്ളാന്ന് പറയുന്നത് നമ്മുടെ മോളിയാൻറ്റി കേട്ടോ. എന്തായാലും കസിൻ ബ്രദർ ആണെന്ന് കേട്ടപ്പോൾ പുള്ളിക്ക് ഒരു ആശ്വാസമായിട്ടുണ്ടായിരുന്നു നമ്മുടെ മോളിയാൻറ്റിക്ക്. മിസ്റ്റർ താടി, നിങ്ങൾ കസിൻ ബ്രദർ ആണെങ്കിലും നിങ്ങളൊരു പുരുഷനായതുകൊണ്ട് ഞാൻ നിങ്ങളോട് മിണ്ടില്ല എന്നൊരു വാക്ക് നമ്മുടെ മോളിയാൻറ്റി ഇവരോട് പറഞ്ഞു, അതായത് ആദർശനോടൊക്കെ പറഞ്ഞു കേട്ടോ. ആദർശൊക്കെ എന്നിട്ട് കയറി പോയിട്ടോ. എന്തായാലും മോളി പോയി നമ്മുടെ ആദർശ് ഒരു ചായയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. ആദർശ് നമ്മുടെ ഈ പെണ്ണിന് ഒരു ചായയൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അടിപൊളി ചായ എന്ന് പറഞ്ഞപ്പോഴേക്കും പെർമിഷൻ ഇല്ലാതെയാണ് തൻ്റെ കിച്ചണിൽ കയറിയത്. കുറച്ച് സ്വാതന്ത്ര്യം എടുത്തോ, കുഴപ്പമുണ്ടോ? എന്ത് കുഴപ്പം? ബോക്സിംഗ് ചാമ്പ്യൻ രഞ്ജു, ബോക്സിംഗ് ചാമ്പ്യൻ ഒന്നും വിളിക്കണ്ട കേട്ടോ എന്നെ. അതെന്താ വിളിച്ചാൽ? ബോക്സിംഗ് ചാമ്പ്യൻ അല്ലേ? അല്ല, എൻ്റെ വൈഫ് ഇടയ്ക്ക് ഇങ്ങനെ എന്നെ തമാശയ്ക്ക് വിളിക്കാറുണ്ട്, ആ വിളി അവൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞപ്പോഴേക്കും ഓ അങ്ങനെ എന്ന് നമ്മുടെ
ഇവള് പറയാ രഞ്ജു. പിന്നെ ആൻറ്റി ഒരു പ്രത്യേക ക്യാരക്ടറാട്ടോ, ആൻറ്റി പറഞ്ഞു ഒന്ന് കാര്യാക്കല്ലേ. ഞാൻ അതൊക്കെ തമാശയായിട്ടേ കണ്ടിട്ടുള്ളൂ. തനിക്കിപ്പോൾ കുറവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കുഴപ്പമില്ല, ഞാൻ കാരണം ആദർശേട്ടൻ്റെ ബുദ്ധിമുട്ടായില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എടോ ഒരു ഫ്രണ്ടിന് ഒരു ആവശ്യം വരുമ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്തില്ലേ പിന്നെ ആരാ ഉണ്ടാവുക, അങ്ങനെയല്ലേ ചെയ്യേണ്ടത്. എന്നെ ബുദ്ധിമുട്ടിച്ചു എന്ന് തനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ താനൊരു കാര്യം ചെയ്തേരെ, നാളെ എനിക്കൊരാവശ്യം വരുമ്പോൾ താനും ബുദ്ധിമുട്ടിയേരെ, എന്നെ ഹെൽപ്പ് ചെയ്താൽ മതി. എന്താ ഇപ്പൊ പ്രശ്നം തീർന്നില്ലേ? അപ്പൊ എനിക്ക് ചിരിക്കുകയാണേ. അല്ല, നമ്മുടെ മോളി ആൻറ്റിക്ക് ശരിക്കും എന്താ പറ്റിയത്? ആണുങ്ങളെ ഇത്രമാത്രം വെറുക്കാൻ ശക്തമായ എന്തെങ്കിലും കാരണം ഉണ്ടാവുമല്ലോ. ആൻറ്റിയുടെ കഥ കുറച്ച് ക്ലീശയാ, എന്നാലും ആദർശേട്ടൻ ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം. പുള്ളിക്കാരത്തേക്ക് ഒരു പ്രേമം ഉണ്ടായിരുന്നു പണ്ടെങ്ങാണ്ട്. വെറും പ്രേമൊന്നുമല്ല, അസ്ഥിക്ക് പിടിച്ചൊരു പ്രേമം. വൺ സൈഡ് ആയിരുന്നു, ആൻറ്റിക്ക് അങ്ങോട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടോ പുള്ളിക്കാരനെ ഒന്ന് ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മോളി ആൻറ്റി പല പരിപാടികളും ചെയ്തു നോക്കി. പുള്ളിക്ക് പാട്ട് ഇഷ്ടമാണെന്ന് മനസ്സിലായപ്പോൾ മോളി ആൻറ്റി പാട്ട് പഠിച്ചു. നൃത്തം ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോൾ നൃത്തം പഠിച്ചു. പുള്ളി കട്ട പുസ്തക വായനക്കാരനായിരുന്നു. അവസാനം നമ്മുടെ ആൻറ്റിയും ഒരു പുസ്തക പുഴുവായിട്ട് മാറി. അപ്പോഴൊന്നും ആൻറ്റി ഇഷ്ടമാണെന്നുള്ള കാര്യം പുള്ളിക്കാരനോട് പറഞ്ഞില്ലേ? ഒരു ദീപാവലി ദിവസം രണ്ടും കൽപ്പിച്ച് മോളി ആൻറ്റി പുള്ളിക്കാരനെ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്തു. എന്നിട്ടോ സംഭവം വർക്കായി, രണ്ടും കൂടെ കാട്ടാ പ്രേമമായി. രണ്ട് വീട്ടുകാരും അറിഞ്ഞു. കല്യാണമൊക്കെ ഫിക്സ് ചെയ്തായിരുന്നു. കല്യാണത്തിന്റെ തലേ ദിവസം പുള്ളി ഒരൊറ്റ മുങ്ങല്. അയ്യോ, അത് 8ന്റെ പണിയായി പോയല്ലോ. അതോടെ ആൻറ്റി ഫുൾ ഡിപ്രഷനായി. അതോടെ നമ്മുടെ മോളി ആൻറ്റി ആണുങ്ങളെ വെറുത്തു, ദീപാവലിയും വെറുത്തു. ദീപാവലിക്ക് പ്രപ്പോസ് ചെയ്തുകൊണ്ട് അത് പൊട്ടിപ്പോയെന്നാണ് ആൻറ്റി ഇപ്പോഴും വിചാരിക്കുന്നത്. മിക്ക സ്ത്രീകൾക്കും ഉണ്ടാകും ഇങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക് എന്ന സങ്കടത്തോടുകൂടി നിരാശയോടുകൂടി ഇങ്ങനെ ഇവിടെ പറയാട്ടോ. അപ്പോഴേക്കും ആദർശ് ചോദിച്ചു, തനിക്കും ഇതുപോലെ എന്തോ ഒരു കഥ പറയാനുണ്ടല്ലോ. അവളുടെ മുഖം അങ്ങ് മങ്ങണ കണ്ടപ്പോഴേക്കും ഞാൻ വെറുതെ ചോദിച്ചതേ ഉള്ളൂ, വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ പറയാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോഴേക്കും രഞ്ജു പറഞ്ഞു, അതൊന്നും അത്ര മനസ്സിൽ നിന്ന് വേഗം പെട്ടെന്ന് പോവില്ല. സീരിയസ് ആയിട്ടുള്ള ഒരു അഫെയർ ആയിരുന്നു. അവർ ഒറ്റ അഫെയറേ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളൂ. 16 വയസ്സ് മുതൽ തുടങ്ങിയ ഒരു റിലേഷൻ. അപ്പം മനസ്സിലാക്കാൻ പറ്റൂലോ അതിൻ്റെ ആ ഒരു ഡെപ്ത്. എനിക്കൊഴിച്ച് മറ്റാർക്കും അവനെ സഹിക്കാൻ പറ്റുമായിരുന്നില്ല. എനിക്ക് എന്തോ അവൻ ഓക്കെ ആയിരുന്നു. അവനും അങ്ങനെ തന്നെയൊക്കെ ആയിരുന്നു. അവനെ ഈ ലോകത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഏകയാള് ഞാൻ മാത്രമായിരുന്നു. അവൻ എന്ത് തെറ്റ് ചെയ്താലും എനിക്കത് ക്ഷമിക്കാനും പറ്റുമായിരുന്നു. അവൻ ചെയ്ത പല കാര്യങ്ങളും ഞാൻ ക്ഷമിച്ചിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ഒരു പെണ്ണിനും ക്ഷമിക്കാൻ പറ്റാത്ത ഒരു തെറ്റ് അവന്റെ ഭാഗത്തു നിന്നുണ്ടായി. അങ്ങനെ ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞു. എന്നേക്കുമായി ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞു എന്നിങ്ങനെ പറയുകയാണ്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. സി ഓക്കെ, താങ്ക് യു.